ഹലോ ഡിയേഴ്സ്, നമുക്കിന്ന് സ്മോൾ ബിസിനസ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അതായത് നമ്മൾ സ്മോൾ ബിസിനസ് ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന 3 രീതിയിലുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നമുക്കിന്നൊരു വീഡിയോ ചെയ്യാം. അതായത് ഫസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഒരു രീതിയിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നമ്മൾ അറിയ പോലില്ലാത്ത ആൾക്കാരായിരിക്കും. അവർ നമ്മളെ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഒക്കെ കണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നവരായിരിക്കും. അവർ നമ്മളെ പ്രൊഡക്ട്സ് വാങ്ങി പേയ്മെൻറ്റ് ചെയ്ത് അവർ പോകും. രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരെന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ നമ്മൾ ഗ്രോത്തിലെല്ലാം ഹാപ്പിനെസ് കാണുന്നതായിരിക്കും. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാരാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, എന്നാൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുമായ ആൾക്കാർ. അതായത് നമ്മളെ അറിഞ്ഞും കൊണ്ട്, അതായത് മേ ബി ചിലപ്പോൾ നമ്മൾ റിലേറ്റീവ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, നെയ്ബേഴ്സ് ആവാം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കാം. നമ്മൾ അറിഞ്ഞും കൊണ്ട് നമ്മളെ ബിസിനസ് ഒരിക്കലും നല്ല രീതിയിൽ എത്തരുത്, നമ്മളെ ബിസിനസ്സിൻ്റെ ഫെയിലിയറിൽ കാത്തിരിക്കുന്ന ആൾക്കാർ. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ആൾക്കാരെയും ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ്. ബട്ട് നമ്മൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബിസിനസ്സിൽ നമ്മളെ ഉയർച്ചയും താഴ്ചയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. ബട്ട് നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവ് വന്നെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് വെച്ചോ നമ്മളെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ബാക്കോട്ട് നിൽക്കാൻ പാടില്ല. നമ്മളൊരു ബിസിനസ് ആകുമ്പം നെഗറ്റീവും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും. ബട്ട് നമുക്കൊരു നെഗറ്റീവ്സ് വന്നെന്ന് വെച്ച് നമ്മളൊരിക്കലും ഒരു ബിസിനസ് നമ്മളെ പ്രൊഡക്ട്സ് ബാഡ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതെന്ന് കരുതി നമ്മൾ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാനോ ആ ബിസിനസ്സിനോടുള്ള ഇൻട്രസ്റ്റ് കളയാനോ പാടില്ല. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട്സ് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നെ കൊടുക്കാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ഒരു 50 പേർക്കൊരു പ്രൊഡക്റ്റ് കൊടുത്താൽ അതിൽ നിന്ന് മേ ബി ചിലപ്പം ഒരു 5 പേരായിരിക്കും നെഗറ്റീവ് പറയുന്നുണ്ടാകുക. നമ്മൾ ആ 5 പേരെ നെഗറ്റീവ്സ് അല്ല നോക്കേണ്ടത്, ബാക്കി 45 പീപ്പിൾസിൻ്റെയും പോസിറ്റീവ് സൈഡാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കൊരു ബിസിനസ് ആകുമ്പം എല്ലാ രീതിയിലുള്ള തലങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. ബട്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ബിസിനസ്സിൽ നിന്ന് ബാക്കോട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാനോ പാടില്ല.